കണിക്കൊന്ന പൂത്തുലഞ്ഞ നേരം, വിഷുക്കണി കണി കണ്ട നേരം, എല്ലാവർക്കും വിഷു ആശംസകൾ. ഹൃദയത്തിൽ നിറയുന്നു സ്നേഹം, ഏവർക്കും ഐശ്വര്യമേകുമീ ദിനം. ഇന്ന് കേരളത്തിൽ വളരെ സന്തോഷത്തിൻ്റെ വിഷുദിനാണ്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. പക്ഷേ ഇന്നലെ രാത്രി നമ്മൾ ആശുപത്രിയിൽ വിഷുവിൽ പടക്കം പൊട്ടിയിട്ട് 5 കേസാണ് ഇന്നലെ വന്നത്. ഇന്നെത്ര വരുമെന്ന് അറിയില്ല. 5 കേസ് രാത്രി വന്നത് മാത്രം. അത് ഓരോ ഹോസ്പിറ്റലിൽ മാത്രം. ഇപ്പോൾ പല ഹോസ്പിറ്റലിലും അതുപോലെ എത്ര കേസുകളുണ്ടാവും ചിന്തിച്ച് നോക്കിയാൽ ഒരുപാട് കേസുകളുണ്ടാവും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് സന്തോഷവേളകൾ നമ്മുടെ ദുഃഖമുഹൂർത്തങ്ങളായി മാറാതിരിക്കാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം. പടക്കങ്ങൾക്ക് ബുദ്ധിയില്ല, മനുഷ്യനെ ബുദ്ധിയുള്ളൂ. ബുദ്ധിയുള്ള മനുഷ്യനത് ഉപയോഗിക്കുമ്പം അതൊരു ആവേശത്തിൻ്റെ പുറത്ത് മാത്രം ആവരുത്. ലഹരി ഉപയോഗിച്ചവരൊന്നല്ല, അന്നേരം ഒന്ന് കൂടുതലും കുട്ടികളാണ്. അപ്പം ചിലപ്പോൾ നമ്മുടെ ഈ ആവേശം തന്നെ ലഹരിയായിട്ട് മാറും. അപ്പോൾ നമ്മളൊക്കെ കയ്യിലുള്ളൊരു വസ്തു ജീവനില്ലാത്തതാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവില്ല. വളരെ സൂക്ഷിച്ച് വേണം ആഘോഷവേളകളുടെ ഈ സൂക്ഷ്മത എപ്പോഴും വേണം. മനസ്സിലായത്? ആഘോഷത്തിൻ്റെ ആവേശത്തിൽ നമ്മളിങ്ങനെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ആരോഗ്യത്തിന് അപകടകരമായി മാറുകയാണെങ്കിൽ അതുകൊണ്ട് കിട്ടുന്ന ഫലം നേരെ വിപരീതമായിരിക്കും. മനസ്സിലായില്ലേ? വളരെ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ അവസ്ഥകൾ ഉണ്ടാവരുത്. കഴിഞ്ഞ വിഷുവിന് 12 കേസായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചൊന്ന് നോട്ട് ചെയ്യണം. അങ്ങനെ ഇന്നലെ നോട്ട് ചെയ്തപ്പോൾ 5 എണ്ണമാണ് വന്നത്. ഇപ്പം ഇന്നത്തെ കേസോ വേറെ ഡോക്ടേഴ്സ് നോക്കുന്ന കേസോ ഒക്കെ എത്ര ഉണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ നോക്കിയത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സൂക്ഷിക്കാൻ എല്ലാവർക്കും വിഷു ആശംസകൾ.